ഹായ്, വെൽക്കം ടു സിജൂസ് ടൈനി പ്ലാനറ്റ്. ഇന്ന് ഞങ്ങൾ ന്യൂയോർക്കിൽ പോകാൻ പോകുന്നത് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി പാസ് ത്രൂ ആണ് ഞങ്ങൾ ഇത് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ബോട്ടിങ്ങും പിന്നെ ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ടിക്കറ്റും ഇതെല്ലാം സിറ്റി പാസിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തതാണ്. കുറച്ച് ദിവസം മുമ്പേ നമ്മൾ അതിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്യണം, ഏത് സ്ലോട്ടിലാണ് നിങ്ങൾ ബോട്ടിങ് ചെയ്ത് ഐലൻഡിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് 11 മണിയുടെ സ്ലോട്ടാണ്. നമ്മൾ ഈ ഐലൻഡിലേക്ക്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇരിക്കുന്ന ഐലൻഡിലേക്ക് പോകണമെങ്കിൽ 2 വഴി നമുക്ക് പോകാൻ പറ്റും. 2 പാർക്ക് ത്രൂ നമുക്ക് ബോട്ടിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് ബാറ്ററി പാർക്ക് ത്രൂ ആണ് ഞങ്ങൾ ബോട്ടിങ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ 11 മണിക്കാണെങ്കിലും എല്ലാവരും പറഞ്ഞു നേരത്തെ എത്തണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി, 11 മണിക്ക് ഷാർപ്പ് എത്തിയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ എല്ലാവരും കുറച്ച് പേര് ഈ ബ്ലാക്കിൽ ഒരു എക്സ്പ്രസ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഞങ്ങളതൊന്നും നോക്കിയില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടു ഭയങ്കര വലിയ ക്യൂ ആണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു എന്ന് മനസ്സിലായി. ഞങ്ങൾ ആ വെയിലത്ത്, സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നു, കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ഒരു ഏകദേശം 3/4 മണിക്കൂറോളം ഞങ്ങളവിടെ നിന്നു. മീൻവൈൽ നമ്മളവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സ്റ്റാച്യൂസ് സോവനിയറായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റാച്യൂസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ മേടിച്ചു. ബാക്കിയുള്ളവർ ക്യൂവിൽ നിന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സ് ഞങ്ങൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവസരം വന്നു. ഇത് ശരിക്കും ഒരു പ്ലെയിനിൽ കയറുന്ന പോലെ തന്നെ നന്നായിട്ട് ചെക്കിങ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ ലഗേജൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ബോട്ടിലേക്ക് കയറ്റിയത്. ബോട്ട് ഒരു ചെങ്കാർ പോലത്തെ ഒരു 2 നില ബോട്ടാണ്. അതിൽ ഞങ്ങൾ ടോപ്പ് ഫ്ലോറിലേക്ക് പോയി. വെയിലുണ്ടാവും, പക്ഷേ നമ്മളവിടെ ഇരുന്ന് നമ്മുടെ വ്യൂവും ആസ്വദിക്കാം. സ്കൈലൈൻ വ്യൂവും നമ്മുടെ ന്യൂയോർക്കിൻ്റെ സ്കൈലൈൻ വ്യൂവും ആസ്വദിക്കാമെന്നൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ അതിൻ്റെ മേളിൽ പോയി. കുറച്ച് നേരം ബോട്ടിങ്, ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ഉള്ളൂ ബോട്ടിങ്. നമ്മൾ ആ ബോട്ടിങ് ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റമൊക്കെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഐലൻഡിലേക്ക് എത്തും. ഞങ്ങൾ ഐലൻഡിലേക്ക് എത്തി. ഇനി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു കാര്യം പറയാം. അതൊരു പാർക്കിലാണ് ഒരു ഐലൻഡിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ താഴത്തോടെ നമുക്ക് ഐലൻഡോടെ നടക്കാനേ പറ്റുള്ളൂ. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ആ സ്റ്റാച്യൂയുടെ ഉള്ളിലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മേലേക്ക് എത്താം. ഈവൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ക്രൗൺ വരെ നമുക്ക് കയറാൻ സാധിക്കും. അതിൽ ഉള്ളിൽ ലിഫ്റ്റ് ഉണ്ട്, പകുതി വഴി പിന്നെ സ്റ്റെപ്സാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ടിക്കറ്റ് ഏകദേശം 2-3 മാസം മുമ്പേ ബുക്ക് ചെയ്യണം. ഞങ്ങളിത് സഡൻ പ്ലാനായിരുന്നു ന്യൂയോർക്ക് ട്രിപ്പ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ടിക്കറ്റ്സ് ഒന്നും അവൈൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ താഴെക്കൂടെ ഐലൻഡിലൂടെ ഞങ്ങൾക്ക് നടക്കാൻ സാധിച്ചുള്ളൂ. കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ചുറ്റും നടന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ സ്കൈലൈൻ വ്യൂവും ഫോട്ടോ എടുത്തു. അങ്ങനെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലഞ്ച് കഴിക്കാൻ അവിടെ ഒരു പിസ്സ കൗണ്ടറിൽ അവിടെ നിന്ന് ഞങ്ങൾ പിസ്സയും ഓർഡർ ചെയ്ത് പിസ്സയൊക്കെ കഴിച്ച്. പിന്നെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടാക്കിയതിൻ്റെ ഒരു ചരിത്രം കാണിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട് അവിടെ. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി അതിൽ കുറേ കാര്യങ്ങൾ, അവരുടെ ഓരോ പീസും എങ്ങനെ കൂടുന്നത് കോപ്പറാണ്. അപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പച്ച കളറായിട്ടിരിക്കുന്നത് കോപ്പർ ക്ലാവ് പിടിക്കുന്നതാണ്. പിന്നെ അതിന് ഇതുപോലെ കുറേ വർഷം മുമ്പ് ചെയ്തതാണെങ്കിലും ഇതിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഇതുപോലെ ആക്കിയത്. അപ്പോൾ മെയിൻ്റനൻസിനും കുറേ കോസ്റ്റ് അവർക്ക് ചിലവായിട്ടുണ്ട്. ഇത് ഫ്രാൻസ് അങ്ങോട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു സ്റ്റാച്യു ആണ്. അങ്ങനെ കുറേ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ആ മ്യൂസിയത്തിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഐലൻഡിൽ കുറേ നേരം ടൈം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ വേറൊരു ഐലൻഡിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഇതേ ബോട്ടിംഗ് സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഐലൻഡിലേക്ക് പോകാം. അതൊരു സ്ലേവ്സിനൊക്കെ പണ്ട് പൂട്ടിയിട്ടായിരുന്ന ഒരു ജയിലാണ്. നല്ലൊരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ പോകേണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ടൈം ഉണ്ടായില്ല. ഞങ്ങൾക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ന്യൂയോർക്കിലാകെ 3-4 ഡേയ്സ് മാത്രം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഐലൻഡിൽ ഇറങ്ങിയില്ല. ഞങ്ങളവിടെ എത്തി. അവിടെ ബോട്ട് പാർക്ക് ചെയ്തു, പക്ഷേ ഞങ്ങളവിടെ ഇറങ്ങിയില്ല. തിരിച്ച് ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് തന്നെ ബാറ്ററി പാർക്കിലേക്ക് തന്നെ വന്നു. ബാറ്ററി പാർക്കിലും ഇതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒരു ഗ്ലിംസ് ആയിട്ട് കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ, പണ്ടത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരുന്ന സ്ഥലവും പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി യാത്രേനെ പറ്റി പറയാനുള്ളത്. ഞങ്ങൾ ടൈം സ്ക്വയറിൻ്റെ അവിടുത്തെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു 360 വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോയ വീലോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.